നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാകും. പല ആളുകളും ഫേസ്ബുക്ക് അക്കൗണ്ട് ഒന്നോ രണ്ടോ അക്കൗണ്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളാണ്. ചില സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണമെന്ന് തോന്നുകയാണ്. പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നമുക്ക് ഒരു പുതിയ ഫേസ്ബുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നിലവിലുള്ള ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കളയണം, പെർമനൻ്റായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതാണ് കാണിച്ചു തരുന്നത്. പല ആളുകൾക്കും അറിയില്ല. പല ആളുകളും ഫേസ്ബുക്ക് അക്കൗണ്ട് വേണ്ട എന്ന് കരുതുകയാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാതെ ലോഗൗട്ട് ചെയ്യും. അങ്ങനെ ലോഗൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ആയി പോകുന്നില്ല. അത് ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഫേസ്ബുക്കിനകത്ത് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ അക്കൗണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ അക്കൗണ്ട് എങ്ങനെ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാമെന്നും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ചില സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ ഡീആക്ടിവേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും നമ്മുടെ അക്കൗണ്ട് സെർച്ച് ചെയ്താൽ കാണില്ല. നമുക്ക് തൽക്കാലത്തേക്ക് വേണമെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ 10 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ നമുക്ക് കസ്റ്റം ചെയ്ത് വെക്കാവുന്ന രീതിയിൽ നമ്മുടെ അക്കൗണ്ട് നമുക്ക് ഡീആക്ടിവേറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. പിന്നീട് എപ്പോഴാണോ വേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അത്തരത്തിൽ ഡീആക്ടിവേറ്റ് ചെയ്യുന്നതും നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യുന്നതും ഇന്നത്തെ വീഡിയോ കാണിച്ചു തരാം. ഞാനിവിടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാണ്. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇടതു ഭാഗത്ത് 3 ലൈന് കാണിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ ഇടതു ഭാഗത്ത് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാം സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ താഴെ ഭാഗത്ത് കാണും. ഈ കാണുന്ന സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് സെറ്റിങ്സ് എന്നുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ട് കാണാൻ സാധിക്കും. ഈ സെറ്റിങ്സ് ഉള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൻ്റെ സെറ്റിങ്സ് ഭാഗത്തേക്ക് എത്തും. ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന പേഴ്സണൽ ഡീറ്റെയിൽസ്, പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്നൊക്കെ കാണുന്ന ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് താഴെ ഭാഗത്ത് കാണും. ഈ കാണുന്ന പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടും നമ്മളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയും നമ്മുടെ ഫോൺ നമ്പറും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ താഴെ ഭാഗത്ത് അക്കൗണ്ട് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ 3 ഓപ്ഷനാണ് കാണുന്നത്. ഒന്നാമത്തെ മെമ്മറിലൈസേഷൻ, അതായത് ഈ ഒരു ഫീച്ചർ നമുക്ക് സാധാരണ മരിച്ചു പോയ ആളുകളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ചെയ്തു വെക്കാനുള്ളതാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിലുള്ളതോ നിങ്ങളുടെ സുഹൃത്തോ ആരെങ്കിലുമൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ അയാളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് മെമ്മറിലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ അക്കൗണ്ട് ഫേസ്ബുക്ക് തന്നെ താൽക്കാലികമായി നിർത്തിവെക്കും. അയാൾ മരിച്ച ആളാണെന്ന് പ്രത്യേകം മാർക്ക് ചെയ്യപ്പെടും. അതുകൊണ്ട് അയാളുടെ അക്കൗണ്ട് ആരെങ്കിലും ഓപ്പൺ ചെയ്യാൻ വേണ്ടി സെർച്ച് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് അവിടെ കാണാൻ സാധിക്കും ഇദ്ദേഹം മരിച്ചു പോയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അത് നമുക്ക് ആവശ്യമില്ല. ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഡീആക്ടിവേഷൻ ഓർ ഡിലീഷൻ എന്നുള്ള ഓപ്ഷൻ. ഈ ഡീആക്ടിവേഷൻ ഓർ ഡിലീഷൻ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മളുടെ പേരുള്ള അക്കൗണ്ടുകളൊക്കെ കാണാൻ സാധിക്കും. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണും. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫേസ്ബുക്ക് അക്കൗണ്ടും കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുകളിലുള്ളത് ഡീആക്ടിവേറ്റ് അക്കൗണ്ടാണ്, രണ്ടാമത്തെ ഡിലീറ്റ് അക്കൗണ്ടാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ഓപ്ഷൻ പറഞ്ഞു. ഒന്ന് ഡിലീറ്റ് അക്കൗണ്ടും രണ്ടാമത്തെ ഡീആക്ടിവേറ്റ് അക്കൗണ്ടും. ഇവിടെ മുകളിൽ കാണുന്ന ഡീആക്ടിവേറ്റ് അക്കൗണ്ടിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് സെലക്ട് ചെയ്ത് താഴെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പാസ്വേഡ് ചോദിക്കും. നിങ്ങളുടെ അക്കൗണ്ട് ആണെന്ന് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് കൊടുക്കണം. പാസ്വേഡ് അറിയാത്ത ആളുകൾ ഫോർഗെറ്റ് അടിച്ച് പാസ്വേഡ് ആദ്യം കണ്ടെത്തി വെക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ആ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരുപാട് റീസണുകൾ ചോദിക്കും. ഇതിലേത് റീസണാണ് നിങ്ങൾക്ക് ഡീആക്ടിവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ കാണാം ദിസ് എ ടെമ്പററി ഐ വിൽ ബാക്ക്, ഞാൻ താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്, ഞാൻ തിരിച്ചു വരും എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന റീസൺ സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ചോദിക്കും. ഇവിടെ നിങ്ങൾ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാം 7 days എന്നുള്ള ഓപ്ഷൻ ഏറ്റവും താഴെ. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം 1 day, ഒരു ദിവസത്തേക്ക് വേണമെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്യാം, 2 ദിവസത്തേക്ക്, 3 ദിവസത്തേക്ക്, 6 ദിവസത്തേക്ക്, 7 ദിവസത്തേക്ക് കാണുന്നത്. ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ഡോണ്ട് റീആക്ടിവേറ്റ് ഓട്ടോമാറ്റിക്കലി, അതായത് നമ്മുടെ അക്കൗണ്ട് നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ആക്റ്റീവ് ആകേണ്ട ആവശ്യമില്ല. മുകളിൽ കൊടുത്ത ഏത് ദിവസം നമ്മൾ സെലക്ട് ചെയ്താലും ആ ദിവസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമ്മൾ താഴെ കാണുന്ന ഭാഗത്ത് ഡോണ്ട് റീആക്ടിവേറ്റ് ഓട്ടോമാറ്റിക്കലി എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് പിന്നീട് നിങ്ങൾ എപ്പോഴാണോ ഓപ്പൺ ചെയ്യുന്നത് ഓപ്പൺ ചെയ്ത് ആക്റ്റീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അക്കൗണ്ട് തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കും. എങ്ങനെ ആക്റ്റീവ് ചെയ്യാന്നുള്ളത് ഞാൻ അവസാനം കാണിച്ചു തരാം. ശേഷം താഴെ ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ തൽക്കാലം ഡീആക്ടിവേറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഞാനത് കാണിച്ചു തരുന്നില്ല. ശേഷം നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ഡിലീറ്റ് അക്കൗണ്ടാണ്. ഡിലീറ്റ് അക്കൗണ്ട് എങ്ങനെയാണ് നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ ഡിലീറ്റിംഗ് യുവർ അക്കൗണ്ട് ഈസ് പെർമനൻ്റ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നമ്മുടെ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ചോദിക്കും, നമ്മുടെ കാരണങ്ങൾ ചോദിക്കും, റീസൺ ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ ഫേസ്ബുക്ക് നിർത്തുന്നതെന്ന്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് 30 ദിവസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിലീറ്റ് ആയി പോകും. 30 ദിവസം വരെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഏത് സമയം തിരിച്ചെടുക്കാൻ സാധിക്കും. ഈ 30 ദിവസം നമുക്ക് തരുന്നത് നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് തിരിച്ച് കിട്ടണമെന്ന് തോന്നുകയാണെങ്കിൽ ആ 30 ദിവസം വരെ നിങ്ങൾക്ക് സമയമുണ്ട്, ആലോചിക്കാൻ സമയമുണ്ട്. 30 ദിവസം കഴിഞ്ഞാൽ പിന്നെ അക്കൗണ്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടില്ല, അത് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ആയി പോകും. അപ്പോൾ ആ കാര്യം പ്രത്യേകം. ഇനി എങ്ങനെ നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്ത അക്കൗണ്ട് എങ്ങനെ റീആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ വരുമ്പോൾ നേരത്തെ കണ്ട 3 ഓപ്ഷനിൽ 3ാമത്തെ ഓപ്ഷൻ ഇവിടെ കാണാം, റീആക്ടിവേഷൻ എന്നുള്ളത്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എവിടെയെങ്കിലും അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണാൻ സാധിക്കും. ഞാനിവിടെ ഏതോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു അക്കൗണ്ട് കേരള മലയാളി എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അത് ഡീആക്ടിവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ആവശ്യമുള്ള സമയത്ത് ഇവിടെ വെച്ച് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് റീആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫേസ്ബുക്ക് നമുക്ക് ഡിലീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ റീആക്ടിവേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്യാനൊക്കെയുള്ള സൗകര്യം നമ്മുടെ സെറ്റിങ്സ് നമ്മൾ പരിചയപ്പെടുത്തി. തീർച്ചയായിട്ടും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.